ഇന്നിപ്പോൾ നാട്ടിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് E20 പെട്രോളാണ്. ചിലർ പറയും E20 പെട്രോൾ ഞങ്ങൾക്ക് വണ്ടി കംപ്ലൈൻറ്റ് ഉണ്ടാകുന്നു, എന്നാൽ മറ്റു ചിലർ പറയും E20 പെട്രോൾ നല്ലതാണ്, നമ്മുടെ നാടിനും അതുപോലെ തന്നെ നമ്മുടെ എക്കോസിസ്റ്റം നല്ലതാണെന്ന് പറയുന്നത്. ഇതിലേതാണ് ശരി? E20 പെട്രോൾ എന്ന് പറഞ്ഞാൽ പ്യൂർ എഥനോൾ മിക്സ് ആയിട്ടുള്ള പെട്രോളാണ്. അത് മെയിനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കരിമ്പിൽ നിന്നാണ്. കരിമ്പ് ഫാർമേഴ്സിൻ്റെ കരിമ്പ് പിടിച്ച് അതിൽ നിന്നാണ് ഉണ്ടാക്കുന്നതാണ് ഗവൺമെൻറ് പറയുന്നത്. ഈ കരിമ്പ് ഫാർമേഴ്സിൻ്റെതാണോ അതോ അവർ ബൾക്കായിട്ട് ആരെങ്കിലും ലാൻഡ് പാട്ടത്തിനെടുക്കുകയോ എടുത്ത് കൃഷി ചെയ്ത് ഉണ്ടാക്കുകയാണോ നമുക്കറിയില്ല, അത് വേറെ കേസ്. പക്ഷെ അവർ പറഞ്ഞത് കരിമ്പിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പാവപ്പെട്ട കരിമ്പ് ഫാർമേഴ്സിന് ലാഭം കിട്ടുന്നതാണ് അവർ മെയിനായിട്ട് പറഞ്ഞിരുന്നത്. പിന്നെ പറയുന്നത് എക്കോ ഫ്രണ്ട്ലി ആണ്. അത് ശരിയാണ്, കരിമ്പിൽ നിന്ന് ഉണ്ടാക്കുന്നതായതുകൊണ്ട് പൊല്യൂഷൻ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ് കറക്റ്റാണ്. ഇത് രണ്ടുമാണ് ഇവർ പോസിറ്റീവ് സൈഡ് വരുന്നത്. നമുക്ക് നെഗറ്റീവ് സൈഡ് നോക്കാം. നെഗറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ ഇവർ എഥനോളിൻ്റെ പ്രൈസ് എന്തായാലും കുറവാണ്. പക്ഷേ ഇവർ വിൽക്കുന്നത് നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന പെട്രോളിനേക്കാളും കൂടുതലാണ് ഇപ്പോൾ ലിറ്ററിന് പെട്രോളിൻ്റെ പൈസ. സോ എഥനോളിൻ്റെ റേറ്റ് കുറവാണെങ്കിൽ എന്തുകൊണ്ട് ഇവർ അത് പെട്രോൾ പ്രൈസിൽ കുറയ്ക്കുന്നില്ല, മറിച്ച് നമ്മുടെ പെട്രോൾ പ്രൈസ് കൂട്ടുകയാണ്. ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആയതുകൊണ്ടും ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം ഭരണം എന്നുകൊണ്ടും നമ്മൾ കോമൺ സെൻസ് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കണം, ഈ എഥനോൾ ചേർത്ത ശേഷം റേറ്റ് എന്തായാലും കുറയേണ്ടതാണ്, കൂടേണ്ടതല്ല. പക്ഷെ അതിവിടെ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട് ഉണ്ടായിട്ടില്ല അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പിന്നെ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടികൾക്ക് കംപ്ലൈൻ്റ് ഒന്നും വരില്ല എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇവർ പറഞ്ഞൊരു ക്യാച്ച് ഉണ്ട്, ഇന്ന വർഷത്തിന് ശേഷം ഉണ്ടാക്കിയ വണ്ടികൾക്ക് കംപ്ലൈൻറ്റ് വരികയാണ്. ഇന്ത്യ ഒരു പാവപ്പെട്ട ആളുകൾ കൂടുതലുള്ള ഒരു രാജ്യമാണ്. അവിടെ ഏറ്റവും കൂടുതൽ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ വണ്ടി എടുത്തു കഴിഞ്ഞാൽ അവർ വർഷങ്ങളോളം ഉപയോഗിക്കും. കാരണം അവർക്ക് വേറെ വണ്ടി എടുക്കുന്ന പൈസ ഇവർ പൈസ കൂട്ടി വെച്ചിട്ടാണ് ഈ ഒരു ബൈക്കൊക്കെ എടുക്കുന്നത്. സോ അങ്ങനെയുള്ള പാവങ്ങളെ നല്ല രീതിയിൽ ബാധിക്കും. അപ്പോൾ അവർ സമ്മതിക്കണില്ല. അവർ പറയുന്നത് ഇന്ന വർഷത്തിന് ശേഷം ഉണ്ടാക്കിയ വണ്ടികൾ ഓക്കെ ആണെന്നാണ് പറയുന്നത്. സോ നമുക്ക് കോൺസെപ്റ്റ് ചിന്തിച്ച് മനസ്സിലായ മുമ്പുള്ള വണ്ടികൾക്ക് എന്തായാലും ഡാമേജസ് വരാൻ ചാൻസ് ഉണ്ട്. സോ ഒരു ഡെമോക്രാറ്റിക്കായി ഇന്ത്യ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഞാൻ എന്തായാലും യോജിക്കുന്നില്ല. ഇനിയിപ്പോൾ ചേർക്കുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആ ചേർത്തതിനനുസരിച്ച് വില കുറച്ച് പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കണമായിരുന്നു.